ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇനി നമുക്ക് പൊരിച്ച ഷവർമ തയ്യാറാക്കാം. നല്ല എളുപ്പമുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നമ്മളിതിൽ ഈസ്റ്റൊക്കെ ചേർത്ത് പൊങ്ങാൻ വെക്കുന്നുണ്ട് മാവ്. ആ ഒരു സമയം മാത്രമേ ഇതിന് വേണ്ടി വരുള്ളൂ. ബാക്കിയൊക്കെ എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ കുഞ്ഞു ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യൂ, എങ്കിൽ ഓൺ എന്ന ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വെക്കണം. നമുക്കൊരു ബൗൾ എടുക്കാം. അതിലോട്ടേക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലോട്ടേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളത്തിന് അധികം ചൂട് കൂടി പോകരുത്. ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. പത്ത് 15 മിനിറ്റിനുള്ളിൽ തന്നെ ഈസ്റ്റ് നന്നായിട്ട് തന്നെ പൊങ്ങിക്കിട്ടും. അതുവരെ നമുക്കിതിവിടെ അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി മാവ് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു ബൗളിലോട്ടേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ചിട്ടുള്ള ഈസ്റ്റ് ഇവിടെ നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതൊന്നും കൂടി നമുക്ക് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇനി കുഴച്ചെടുക്കാൻ ഇത് മാത്രം മതിയാകില്ല, കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഇളം ചൂടുള്ള വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ വെള്ളത്തിന് കണക്ക് ഇത്ര എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എടുക്കുന്ന പൊടിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ കുറച്ച് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നമ്മൾ കൈവച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഏകദേശം നമ്മുടെ ബട്ടൂരക്കൊക്കെ കുഴക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. മാവിന് കട്ടിയായി പോകരുത്. ഒരല്പം ലൂസിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. ഇപ്പോൾ ഇവിടെ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളിനി നമ്മുടെ പാത്രത്തിൽ നമുക്കൊരല്പം ഓയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തോട്ടേക്കൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ മാവ് ഇതിലോട്ടേക്ക് പൊങ്ങാൻ വെക്കണം. ഒരല്പം ഓയിൽ ഇതിൻ്റെ മുകളിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിത് പൊങ്ങാൻ വെക്കണം. ഏകദേശം ഒരു 2 മണിക്കൂർ വരെ ഇത് നന്നായിട്ട് നമുക്കിതിവിടെ അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് പൊങ്ങാൻ വെക്കാം. ഇനി നമുക്കിനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടി ഞാനിപ്പോൾ ഒരു 300 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടാണ് കേട്ടോ ഉള്ളത്. ഇതിലൊട്ടേക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ വേറെ മസാലപ്പൊടികളൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, ഇത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ സോയാ സോസ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും ആകുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ ഏതായാലും പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോഴും നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്കൊരു പാൻ വെക്കാം. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ അധികമൊന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക മാത്രമേ ചെയ്യുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ സോയാ സോസും ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇത് ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റ് മാത്രമേ വേണ്ടൂ ഈ ഒരു ചിക്കന്. അതുവരെ നമുക്കൊന്നിത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ശേഷം നമ്മുടെ ചിക്കനൊക്കെ കണ്ടോ നന്നായിട്ട് തന്നെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കണം. നമുക്കൊരു ബൗളിലോട്ടേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം.
പിന്നെ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരു കളഞ്ഞിട്ടുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഞാനിപ്പോൾ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, വലുത്. ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുക്കണം. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള തക്കാളിയാണ്, അതും കൂടി ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വലിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്, അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പകുതി ക്യാബേജാണിത്, അത് ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിൻ്റെ ക്യാബേജ് കുറച്ച് അധികം ഉണ്ട്, അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാബേജ് അരിഞ്ഞതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് വൈറ്റ് സോസ് ആണ്, അതായത് ഗാർലിക് സോസ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. നല്ല ടേസ്റ്റിലും ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റോട് കൂടി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഗാർലിക് സോസാണ്. അതിൻ്റെ ലിങ്ക് നാളെ ഞാൻ കൊടുക്കാം, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ 2 മുട്ടയുടെ സോസാണ്, വൈറ്റ് സോസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതും കൂടി ഇതിലോട്ടേക്ക് മൊത്തത്തിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് മുഴുവനായിട്ടും തന്നെ നമുക്കിതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നമ്മുടെ വെജിറ്റബിൾസും നമ്മുടെ ഒരു ഗാർലിക് സോസും ചിക്കനും എല്ലാം കൂടി ഇത് നന്നായിട്ട് തന്നെ കമ്പൈൻ ചെയ്ത് വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഷവർമേൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ നമ്മളെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് ഒന്നും കൂടി നന്നായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇതിൽ നിന്ന് ചെറിയൊരു ഉരുളകളാക്കി എടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ഉരുളകളാക്കി എടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് മൈദ ഒന്ന് ഇതുപോലെ ഒന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ബോൾസ് ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചപ്പാത്തി പോലെ അധികം തിന്നാക്കിയിട്ട് പരത്തരുത്. ചെറിയൊരു തിക്നെസ്സോട് കൂടിയാണ് നമ്മളിത് പരത്തിയെടുക്കാൻ. അപ്പോൾ ഇതുപോലൊരു ചെറിയൊരു തിക്നെസ്സോട് കൂടി നമ്മളൊന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മസാലയിൽ നിന്നും ഒരു 2-3 ടേബിൾ സ്പൂണോളം നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗത്തോട്ടേക്ക് ആക്കി മാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു ഹാഫ് മൂണിൻ്റെ ഷേപ്പിൽ നമ്മളിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ സൈഡ് ഭാഗം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ എണ്ണയിലിടുമ്പോൾ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നന്നായിട്ട് തന്നെ കൈവച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. കണ്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി എല്ലാ ഷവർമയും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എല്ലാ ഷവർമയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഫ്രൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഒരു പാൻ വെക്കാം, അതിലോട്ടേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരണം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ ഓരോ ഷവർമയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഭാഗമാകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു ഭാഗമായിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഈ രണ്ട് ഭാഗവും ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ രണ്ട് ഭാഗം ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിതൊന്ന് പ്ലേറ്റിലോട്ടൊക്കെ കോരി മാറ്റാം. നന്നായിട്ട് തന്നെ ഇതുപോലെ പൊങ്ങിക്കിട്ടും കേട്ടോ. നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ പൊങ്ങിക്കിട്ടും. എണ്ണയൊന്നും കുടിക്കുന്ന ഒരു പ്രശ്നവും വരില്ല. അപ്പോൾ നമ്മുടെ 2 പൊരിച്ച ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ രുചിയേറിയിട്ടുള്ള നമ്മുടെ പൊരിച്ച ചിക്കൻ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. ഡിന്നറിന് ഇത് തന്നെ മതി കേട്ടോ. ഡിന്നറിനൊക്കെ തയ്യാറാക്കുന്നെങ്കിൽ നമുക്ക് വയറൊക്കെ ഫുള്ളാവും. നല്ല ഹെവി ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക് കൂടിയാണിത്. അപ്പോൾ എല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.